സാറേ, എപ്പോഴും CPM പ്രവർത്തകർ ആശയവുമായി പ്രവർത്തിക്കുന്ന, ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ CPM. എന്നാൽ അത് ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഈ പണ്ടത്തെ പോലെയല്ല. ഈ CPM-ൽ നിന്നും BJP-യിലേക്കും കോൺഗ്രസിലേക്കെല്ലാം വലിയ രീതിയിലുള്ള ഒഴുക്ക് നടക്കുന്നുണ്ട്. EP ജയരാജൻ ചർച്ച ചെയ്തതായി പറയുന്നു. ഇന്നലെ സുധാകരനെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ സന്ദർശിക്കുന്നു. വലിയ രീതിയിലുള്ള പാർട്ടി ഇടയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് ഒരു CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ പാർട്ടി മാറുന്ന രീതിയുണ്ട്. അത്തരത്തിൽ CPM പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിലേക്കും അതോടൊപ്പം തന്നെ BJP-യിലേക്കും ഒഴുകുകയാണോ? ഇനി അത് കൂടുതൽ ഉണ്ടാകാനാണോ സാധ്യത? സാധാരണ നമുക്ക് ഈ CPM-ലൊക്കെ എന്ത് പ്രതിസന്ധി ഉണ്ടായാൽ പോലും ഇങ്ങനെ ഇറങ്ങി BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ പോയിട്ടുള്ളവർ പോയൊരു പാർട്ടി ഉണ്ടാക്കും, പിന്നീട് ചിലപ്പോൾ ആ മുന്നണിയിലേക്ക് ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ MV രാഘവന് ഒരു പാർട്ടി ഉണ്ടാക്കി, CMP അല്ലേ, പിന്നീട് UDF-ലേക്ക് അദ്ദേഹം ചേക്കേറി, ആ മുന്നണിയുടെ ഭാഗമായി. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ CPM-ലേക്ക് വരികയും ചെയ്തു. ഗൗരിയമ്മ JSS ഒരു പാർട്ടി ഉണ്ടാക്കി, എന്നിട്ട് UDF-ന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ നിരവധി. TP ചന്ദ്രശേഖരൻ, അതെ, TP ചന്ദ്രശേഖരൻ, അതെ, RMB, അത് ഒരു MLA വരെ ഉണ്ടെന്നുള്ളതാണ് RMBക്ക്. അങ്ങനെയൊക്കെ ആണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് നേരെ BJP-യിലേക്ക് ചേരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേരുന്നു. കാരണം ഇനിയിപ്പോൾ അങ്ങനെ വേറൊരു പാർട്ടി ഉണ്ടാക്കി അത്തരത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര വിജയമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുക? ഇപ്പോൾ CPM-ൽ നിന്ന് അങ്ങനെ ഒരു ഇറക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJP-യും കോൺഗ്രസ്സുകാരും ഇങ്ങനെ ചൂണ്ടയിട്ടിരിക്കുകയാണ്. ആര് പിടികൂടാം എന്നുള്ള മട്ടിൽ. BJP-യുടെ ചൂണ്ടയിലാണോ കൊത്തുന്നത്, അതോ പിന്നെ കോൺഗ്രസിൻ്റെ ചൂണ്ടയിലാണോ കൊത്തുന്നത്? അതിൻ്റെ സാധ്യതകൾ ഇവർ നോക്കും. നമ്മൾ ഉത്തരേന്ത്യ രാഷ്ട്രീയത്തിന് സമാനമായ രീതിയിൽ മാറുകയാണ്. ഈ ചൂണ്ടയുമായിരിക്കും, ചാക്കുമായും പണവുമായിരിക്കുന്ന ഒരു അവസ്ഥ. അത് ഇവിടെ CPM-ന്റെ ഈ പതനമാണ് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. CPM പിന്നെ അഗാധമായ ഗർത്തത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ അങ്ങ് മണ്ണിട്ടങ്ങ് മൂടേണ്ടി വരും. ആ കുഴി ഇനി ഒരിക്കലും ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനിയിപ്പോൾ പോകുന്നവരത് വിലയിരുത്തും, ഏത് തരത്തിൽ എങ്ങോട്ടേക്ക് പോകണം. ഒരുപക്ഷേ കേരളത്തിലെ സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP ഉടനെ കേരളത്തിൽ അധികാരത്തിൽ വരില്ല. അത് BJP-യുടെ തലതൊട്ടം അപ്പന്മാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അവരുടെ നീക്കമെന്ന് പറഞ്ഞാൽ വെച്ചടി അങ്ങോട്ട് കയറുക എന്നുള്ളതാണ്. 2036 ആകുമ്പോഴത്തേക്കും അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അതിനിവിടുത്തെ KJP ഘടകം അതിൻ്റെതായ രീതിയിൽ നീങ്ങണം. അല്ലാതെ ഈ തമ്മിലടിയും പോരും വിഭാഗീയതയും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. കോൺഗ്രസ്സുകാരെങ്ങനെ നിൽക്കും? BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ 2014 മുതൽ അവർ ഇമ്പോർട്ട് വെച്ച ഒരു മുദ്രാവാക്യമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. അത് പല സംസ്ഥാനങ്ങളിലും അവർ യാഥാർത്ഥ്യമാക്കി മാറ്റുകയാണ്. അതുകൊണ്ടൊക്കെയല്ലേ ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ കേരളത്തിൽ പിന്നെ വളരെ സേഫായിട്ടുള്ള വയനാട്ടിൽ വരേണ്ടി വന്നത്. അത് മുസ്ലിം ലീഗിന്റെ ഒരു അതെ, എന്തോ സ്വാധീനമുള്ള നാണം കെട്ട ഏർപ്പാടാണ് ഈ നെഹ്റു കുടുംബത്തിന്. ഹിന്ദി ഹൃദയഭൂമി മുഴുവൻ അങ്ങ് അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച ഒരു വർഗമല്ലായിരുന്നു ഈ നെഹ്റു കുടുംബം. അങ്ങനെയാണ്. എന്നിട്ടിപ്പം കേരളത്തിൽ വരേണ്ട ഒരു ഗതികേട് വന്നില്ലേ? ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം തന്നെ എവിടെ നടന്നു? ഇവിടെ ആയിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം ഇവർ കണക്ക് കൂട്ടുന്നത് CPM-ൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കുന്നവരും ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരും ഒക്കെ കണക്ക് കൂട്ടുന്നത് കേരളത്തിൽ ഇനിയൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ 2026 UDF-നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ ചേലക്കരയും പാലക്കാടും മാത്രമല്ല, വയനാട് നമ്മളൊക്കെ മാറ്റി നിർത്താം. വയനാട് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു കുത്തകം. അതിനു മുമ്പ് നടന്നിട്ടുള്ള തൃക്കാക്കര, പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടി വികാരം നിൽക്കുകയാണ്. പക്ഷേ ഭൂരിപക്ഷം എത്രയോ ആയിട്ടങ്ങ് വർദ്ധിച്ചില്ലേ?
തൃക്കാക്കരയിൽ നമ്മൾ കണ്ടത് എന്താണ്? ഉമാ തോമസിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെ പോലും ഞെട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് UDF-ന് ഒരു മുന്നേറ്റം കുറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ മുന്നേറ്റം കുറിക്കുമ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രതീക്ഷ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ വമ്പൻ നേതാക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ CPM-ലെ വമ്പൻ കക്ഷികളെ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു പോക്കായിരിക്കും. EP ജയരാജനെ നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്ര ഗവർണറാക്കും എന്ന് വരെ നമ്മൾ കേട്ടതാണ്. EP ജയരാജൻ BJP-യിലേക്ക് പോകുന്നു എന്ന് വരെ കേട്ടു. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ BJP ഉടനടി അധികാരത്തിൽ കേരളത്തിൽ വരില്ല. പക്ഷെ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് മുന്നേറ്റം ഉണ്ടാകും. CPM-ന്റെ പതനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല, പക്ഷേ ഈ പാലക്കാടുണ്ടായ വലിയ തിരിച്ചടി അവരെ ബാധിക്കുമോ? അതിനുശേഷം വലിയ തർക്കവും ഈ വിഭാഗീയതയുമെല്ലാം സുരേന്ദ്രന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ മാറിയിട്ടുണ്ടല്ലോ കേരളത്തിലെ. അതെ, പാലക്കാട് നിന്ന് അവർ പഠിച്ചു കാര്യങ്ങൾ. കാരണം കയ്യിൽ വന്ന് കയറിയതിനെ തട്ടിക്കളഞ്ഞിട്ട് പോയവരാണ് BJP-ക്കാർ. അവർക്കവിടെ ആഞ്ഞ് ഒത്തുപിടിച്ചിരുന്നുവെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു. അവർ ഈ ശ്രീധരൻ വാങ്ങിയ വോട്ട് അവർ കണക്ക് കൂട്ടണം. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ട് വിഹിത വർധനവ് ശോഭാ സുരേന്ദ്രനെ തന്നെ അവിടെ ഇറക്കണമായിരുന്നു. അങ്ങനെ അണികളിൽ നല്ലൊരു പങ്ക് തന്നെ പറയുന്നുണ്ടല്ലോ. ശോഭയായിരുന്നുവെങ്കിൽ അവിടെ വിജയിക്കുമായിരുന്നു. ശോഭയുടെ പ്രകടനമൊക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ്. ആറ്റിങ്ങലും ആലപ്പുഴയിലും. ആലപ്പുഴയിലെ ഈഴവ വോട്ടുകളെ എങ്ങോട്ട് പോയി? CPM-ന്റെ BJP-യിലേക്കല്ലേ പോയത്? CPM തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അവരുടെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ തന്നെ കൂടി ചേർന്ന് വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 110 മണ്ഡലങ്ങളിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 110 ഇടത്ത് UDF ലീഡിംഗ് ആണ്. അപ്പോൾ അവർക്ക് പ്രതീക്ഷയാണ്, അമിത പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. അപ്പോൾ 2026-ലെ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമാകും CPM. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അഹങ്കാരവും ഉണ്ടാകും. അതാണ് പറ്റാൻ പോകുന്നത്, സംഭവിക്കുന്നത്. അവർക്ക് അധികാരത്തിലേക്ക് വരുമ്പോൾ അവർക്ക് മത്തു പിടിക്കും. പിന്നെ കോൺഗ്രസ് അത് ഹരിയാനയിലെല്ലാം പോലെ ഈ അധികാരത്തിൽ വരുമെന്ന ചിന്ത വരുമ്പോൾ അവർ പ്രവർത്തിക്കാതെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ അത് ചിലയിടത്തൊക്കെ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഇവിടെ മാത്രമാണല്ലോ അവർക്ക് ഇവിടെ ഉള്ള ഒരു തുരുത്തെന്ന് പറയുന്നത്. പിന്നെ കർണാടകയിലും ഒക്കെ ഉണ്ടാകാം. കർണാടകയിലൊക്കെ മാറി മറിഞ്ഞ് വരും. പക്ഷെ കേരളത്തിൽ മറിഞ്ഞ് വരണം. ഇനിയിപ്പോൾ CPM-ലേക്ക് വരില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ജനം ഇതിന് തിരിച്ചടി കൊടുക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ UDF-നുള്ള സാധ്യത ഏറുന്നുണ്ട്. BJP മുന്നോട്ട് കയറും. BJP-യുടെ കണക്കൂട്ടൽ അനുസരിച്ച് 12 മുതൽ 15 സീറ്റ് വരെ നേടും. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ചാണ്. ഇനി അവരുടെ അവിടെ മുതൽ ഇങ്ങോട്ട് 24-ലെ അവിടെ മുതലുള്ള പ്രവർത്തനം എടുക്കണം. പ്രവർത്തനവും ഒക്കെ ആ ഒരു ഗ്രാഫ് ഇവർക്ക് ഉയർത്താൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ 15 സീറ്റ് വരെ അവർ നേടും. 15 സീറ്റ് വരുമ്പോൾ ഇതിനും താഴെ പോകും CPM-ന്റെ സീറ്റ്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് CPM-ന് വലിയ പതനം. അപ്പോൾ CPM-ൽ നിന്ന് കൂട്ടത്തോടെ ഒഴുക്കുണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.